എന്താണ് ധർമ്മസല കേസ്? കഴിഞ്ഞ കുറച്ചു നാളുകളായി പത്രത്തിലൂടെ TV വാർത്തകളിലൂടെ കേട്ട് പരിചിതമായ ഒരു സ്ഥലപ്പേരാണത് ധർമ്മസ്ഥലം. ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചത്? ധർമ്മസ്ഥലത്തെ കേസുകളെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമായിരുന്നു തുടങ്ങിയ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്ങാടി താലൂക്കിൽ നേത്രാവതി നദിക്ക് സമീപമായുള്ള ഒരു ക്ഷേത്ര നഗരമാണ് ധർമ്മസല. ഇനി എന്താണ് ധർമ്മസല കേസ് എന്നല്ലേ? ധർമ്മസലയിൽ കൊലപാതക പരമ്പരകൾ നടക്കുന്നതായി ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ വെളിപ്പെടുത്തലുകളിലായിരുന്നു കേസിന്റെ തുടക്കം കുറിച്ചത്. ധർമ്മസലയിലെ പ്രശസ്ത ക്ഷേത്രമായ മഞ്ജുനാഥ ക്ഷേത്ര അധികാരികളുടെ ഭീഷണിക്ക് വഴങ്ങി 100-ലേറെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന വെളിപ്പെടുത്തൽ രാജ്യത്തെ തന്നെ ഞെട്ടിച്ചതായിരുന്നു. പിന്നാലെ സുജാത ഭട്ട് എന്നൊരു സ്ത്രീ തന്റെ മകളെ ധർമ്മസലയിൽ വെച്ച് കാണാനില്ലെന്ന് ആരോപിച്ച് മുൻപോട്ട് വന്നിരുന്നു. നീണ്ട നാളത്തെ അന്വേഷണത്തിനൊടുവിൽ സംഭവം അടിസ്ഥാനരഹിതമാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ ഈ വാദങ്ങളെല്ലാം പൊളിയാൻ അധിക നാൾ വേണ്ടി വന്നില്ല. ചിന്നയ്യയുടെ മൊഴിയിൽ വൈരുദ്ധ്യം അയാൾക്ക് തന്നെ വിനയാകുകയായിരുന്നു. ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടേതെന്ന പേരിൽ ചിന്നയ്യ ഹാജരാക്കിയ തലയൊട്ടി പുരുഷന്റെ ആണ് എന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായതോടെയാണ് കേസിന് വഴിത്തിരിവുണ്ടായത്. ചോദ്യം ചെയ്യലിൽ തലയൊട്ടി മറ്റൊരു സ്ഥലത്തു നിന്നും സംഘടിപ്പിച്ചതാണെന്ന് ഇയാൾ മൊഴി നൽകുകയും ചെയ്തു. ഇതോടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന ചിന്നയ്യയുടെ വാദങ്ങൾ പൊളിയുകയായിരുന്നു. അതോടൊപ്പം സുജാത ഭട്ടിന് അങ്ങനെ ഒരു മകൾ ഇല്ലെന്നും ആ കേസ് കെട്ടിച്ചമച്ചതാണെന്നും കണ്ടെത്തി. ഈ വർഷം ജൂലൈ 3-നായിരുന്നു ചിന്നയ്യയുടെ വാദത്തിന് പിന്നാലെ കോടതി അന്വേഷണം ആരംഭിച്ചത്.